ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ശ്രീമദ് ഭഗവത്ഗീത ധ്യാന ശ്ലോകങ്ങളും അർത്ഥവും. ഒന്നാം ശ്ലോകം. പാർത്ഥായ പ്രതിബോധിതാം ഭഗവതാ നാരായണേന സ്വയം വ്യാസേന ഗ്രഥിതാം പുരാണമുനിനാ മധ്യേ മഹാഭാരതം. അദ്വൈതാമൃതവർഷിണീം ഭഗവതീം അഷ്ടാദശാധ്യായിനീം അംബ ത്വാമനുസന്ദധാമി ഭഗവദ്ഗീതേ ഭവദ്വേഷിണീം. ഭഗവാൻ നാരായണൻ സ്വയം അർജുനനോട് ഉപദേശിച്ചതും പൗരാണിക മുനിയായ വേദവ്യാസ മഹർഷി മഹാഭാരതത്തിൻ്റെ മധ്യത്തിൽ കോർത്തതും അദ്വൈതമാകുന്ന അമൃതം വർഷിക്കുന്നതും 18 അധ്യായങ്ങളോടു കൂടിയതും ഭഗവതിയുമായ ശ്രീമദ് ഭഗവദ്ഗീതയെ അമ്മേ, ഞാൻ സംസാരനാശിനിയായ അവിടുത്തെ അനുസ്മരിക്കുന്നു. രണ്ടാം ശ്ലോകം. നമോസ്തുതേ വ്യാസ വിശാലബുദ്ധേ ഭുല്ലാരവിന്ദായത പത്രനേത്ര യേന ത്വയാ ഭാരത തൈലപൂർണ പ്രജ്വാലിതോ ജ്ഞാനമയ പ്രദീപ. മഹാഭാരതമാകുന്ന എണ്ണ നിറച്ച് ജ്ഞാനമയമായ ദീപം ജ്വലിപ്പിച്ച് ലോകത്തിന് വെളിച്ചം പകർന്നവനും വിടർന്ന താമരപ്പൂവിൻ്റെ ഇതളുകൾ പോലുള്ള കണ്ണുകളുള്ളവനും വിശാലബുദ്ധിയുമായ വേദവ്യാസ മഹർഷിക്ക് നമസ്കാരം. മൂന്നാം ശ്ലോകം. പ്രപന്നപാരിജാതായ സ്തോത്രവേത്രൈകപാണയേ ജ്ഞാനമുദ്രായ കൃഷ്ണായ ഗീതാമൃതദുഹേ നമഃ. ശരണാർത്ഥികളുടെ അഭിലാഷങ്ങളെയെല്ലാം നിറവേറ്റുന്നവനും ചമ്മട്ടിയും കോലും കയ്യിലേന്തിയവനും ജ്ഞാനമുദ്ര പിടിച്ചവനും ഗീതാമൃതം കറന്നവനുമായ ഭഗവാൻ ശ്രീകൃഷ്ണന് നമസ്കാരം. നാലാം ശ്ലോകം. സർവോപനിഷദോ ഗാവോ ദോഗ്ധാ ഗോപാലനന്ദനഃ പാർത്ഥോ വത്സ സുധീർഭോക്താ ദുഗ്ധം ഗീതാമൃതം മഹത്. എല്ലാ ഉപനിഷത്തുക്കളും പശുക്കളും കറവക്കാരൻ ശ്രീകൃഷ്ണനും പശുക്കിടാവ് അർജുനനും പാൽ ഗീതാമൃതവുമാണെന്നു കരുതിയാൽ അത് ഭുജിക്കുന്നവർ ബുദ്ധിമാന്മാരാകുന്നു. അഞ്ചാം ശ്ലോകം. വസുദേവസുതം ദേവം കംസചാണൂരമർദ്ദനം ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരും. വസുദേവന്റെ പുത്രനും കംസചാണൂരന്മാരെ വധിച്ചവനും ദേവകിക്ക് പരമാനന്ദം നൽകിയവനും ജഗദ്ഗുരുവുമായ ഭഗവാൻ ശ്രീകൃഷ്ണനെ ഞാൻ വന്ദിക്കുന്നു. ഹരേ കൃഷ്ണ.